അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങളിലും റെസിപ്പിയിലോട്ടൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. ഞാൻ പാല് വന്നപ്പോൾ വേഗം പോയി ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇന്നലെ നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ വായിക്കുക കേട്ടോ. ഇന്ന് രാവിലെ എണീച്ചതും ചായ പോലും കുടിക്കാണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എൻ്റെ സൗണ്ടിന് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ രാവിലെ എണീച്ചതും ചായ കുടിക്കുന്നില്ല. ഫസ്റ്റത്തെ കാര്യം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴുള്ളൂ ചായ കുടിക്കുന്നത്. അതായത് എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആക്കുന്ന ആ ടൈമിൽ മാത്രം കേട്ടോ. 8:30 ഞാൻ ബ്രേക്ക് ചെയ്യും. അത് വെള്ളം കുടിച്ചിട്ടാണ് ബ്രേക്ക് ചെയ്യാറ്. പിന്നെ 9 മണിക്ക് എനിക്ക് വിത്തൗട്ട് ടീ എടുക്കാം, അല്ലെങ്കിൽ വിത്തൗട്ട് കോഫി എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ടേസ്റ്റ് നോക്കിയതാണ്, മധുരം ഉണ്ടോ എന്ന് മാത്രം നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് കൊണ്ടു കൊടുക്കണം. ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. മഷ്റൂം ഉണ്ട്. മഷ്റൂം ഈവനിങ് വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ വെക്കണം. നല്ലൊരു ഫിലിം കണ്ടു. അതിൻ്റെ ഹാങ് ഓവറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വല്ലാത്തൊരു മൂവിയായിരുന്നു. ഞാൻ ഫിലിം കണ്ടു പറയണത് എല്ലാ ആഴ്ചയും തിയേറ്ററിൽ പോയി കാണുന്നതിനെ അല്ല കേട്ടോ. നമ്മൾ ടി വിയിലാണ് കാണാറുള്ളത്. ആഴ്ചയിൽ ഇപ്പോൾ വെക്കേഷനായിട്ട് അടുപ്പിച്ച് കാണാറുണ്ട്. അല്ലാത്തപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പരിപ്പ് ചാറ് വെക്കാനുള്ള പരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ ബോട്ടിലാക്കി വെക്കണം. അന്ന് മേടിച്ച പരിപ്പുകളൊക്കെ ഉണ്ട്. ലുലുവിൽ നിന്ന് നമ്മൾ മേടിച്ച പരിപ്പ് കൊള്ളാട്ടോ. സാധാരണ നമുക്ക് പരിപ്പ് അങ്ങോട്ട് ഫ്രഷ് ഒരു അത്രയ്ക്ക് അങ്ങോട്ട് അടിപൊളിയായിട്ട് കിട്ടാറില്ല. ഇപ്രാവശ്യം നല്ലതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഞാൻ കവറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. പിന്നെ എന്നോട് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഏത് ലൈറ്റാണ് യൂസ് ആക്കൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ റിംഗ് ലൈറ്റാണ്. ഞാനത് കാണിച്ചിട്ടുണ്ട് കുറേ വീഡിയോയിൽ. ആ ഒരു വ്യത്യാസം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ലൈറ്റ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ള വ്യത്യാസം. പിന്നെ ഹാപ്പി ആനിവേഴ്സറി ഉമ്മ ഉപ്പ. ഓക്കെ, ഞാൻ പറയാം, കേൾക്കും. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കാണുന്നതല്ലേ, അപ്പോൾ കേൾക്കും കേട്ടോ. അപ്പോൾ ഹൗ ആർ യു ജീനി ചോദിച്ചിട്ടുണ്ട്. ഫൈൻ. ഹാപ്പി ആനിവേഴ്സറി ഉമ്മ ഉപ്പ. പിന്നെ പാൽക്കപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ചായടെ ഇൻഷാല്ല ഉണ്ടാക്കണം. എനിക്കും അങ്ങനെ ഒരു ഫീൽ വന്നപ്പോഴാണ്. പാൽക്കപ്പ് ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇൻസ്റ്റാ റീലും ഇതൊക്കെ കണ്ടപ്പം കുറേ വീണ്ടും ഇറങ്ങിയ പോലെ തോന്നി കേട്ടോ. ട്രെൻഡായ പോലെ പാൽക്കപ്പ് തോന്നി. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. ആക്ച്വലി എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്, എന്നാലും ഇഷ്ടമാണ്. അടിപൊളിയാണല്ലേ കഴിക്കാൻ. ബീഫൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ സൂപ്പർ എല്ലാം അടിപൊളി, സൂപ്പർ എല്ലാം ഉൾപ്പെടുത്തിയത് കൊണ്ടുള്ള ഒരു വ്ളോഗ്. സൂപ്പർ ഒന്നും പറയാനില്ല, അടിപൊളി. ഇത് താങ്ക് യു സോ മച്ച്. അപ്പോൾ പരിപ്പ് ചാറ് വെക്കാനുള്ള കുമ്പളങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് വരികയാണ്, വെജിറ്റബിളൊക്കെ. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കണം. ജസ്റ്റ് അതിൻ്റെ റെസിപ്പി ഞാൻ അതിൽ കാണിക്കാം കേട്ടോ. കട്ടിംഗ് ബോർഡും എല്ലാം എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വഴുതനങ്ങ, കുമ്പളങ്ങ, മുരിങ്ങക്കായ മാത്രമേ ഞാൻ ഇപ്രാവശ്യം ഇടുന്നുള്ളൂ. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം. പിന്നെ ഹായ് ഇത്ത, നെയ്റ്റി സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ ഇട്ട നെയ്റ്റിയാണോ? താങ്ക് യു സോ മച്ച്. ഇന്നലെ കാണാൻ പറ്റിയില്ല, തിരക്കായി. കാണണം. പിന്നെ റെസിപ്പി ഇടണേ, ഈസി റെസിപ്പി. ചക്കര മാങ്ങ അച്ചാർ, അതിന് പഴുത്ത മാങ്ങ വേണോ? അയ്യോ, ഞാൻ ഇതിലും പറയുന്നുണ്ട്. പഴുത്ത മാങ്ങ വേണോ വേണ്ടിയോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ യൂട്യൂബ് ഒന്ന് അടിച്ച് നോക്കൂ, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ അത് ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ പഴുത്ത മാങ്ങയിലാണോ നോക്കിയിട്ട് അത് കിട്ടുമ്പോൾ ഞാനും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ സെറ്റൊക്കെ ഒന്ന് അടിച്ച് ശരിയാക്കി എടുക്കുന്നുണ്ട്. ചായ ജിനി സുഖമാണോ ചോദിക്കുന്നുണ്ട്. അതെ. എന്താ ജിനി മുൻഭാഗത്ത് വീടാണോ? അത് എന്താ ഇൻ്റർലോക്ക് ചെയ്യാത്തത്? ആ ഇൻ്റർലോക്ക് ചെയ്യാത്ത ഭാഗം നമുക്ക് തറവാടിൻ്റെ പോർഷനാണ്. പാർട്ടീഷൻ നമ്മളത് മേടിച്ചതാണ് കേട്ടോ. തറവാടിൻ്റെ ഒരു ഭാഗമാണ്, പക്ഷെ നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ഏരിയ വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. അത് നമ്മൾ ഇനി എന്തെല്ലാം പരിപാടികളുണ്ടോയെന്ന് അറിയില്ല. അത് ഇൻ്റർലോക്ക് ഇപ്പോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ അവിടെ ഇടുക, വേറെ പരിപാടിയൊന്നും ഇല്ല ഇപ്പോൾ തൽക്കാലം. പിന്നീട് നോക്കിയിട്ട് എന്താ വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം, അത്ര തന്നെ. ഡൈക്കൻ നോട്ട് ബൈക്കൻ എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഡൈക്കൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, എവിടെയോ തെറ്റിപ്പോയി. നമ്മുടെ AC യുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്.
2 പുഴുങ്ങിയ മുട്ട, ഒരു ഓറഞ്ച് കേട്ടോ. എനിക്ക് ഓറഞ്ചാണ്. ഈ ഓറഞ്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. കുഞ്ഞു ഓറഞ്ചാണ്, പക്ഷേ ഒരു ചെറിയ ഓറഞ്ചിൽ തന്നെ ഒരു 25 സീഡാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അയ്യോ, അത് കഴിക്കാൻ കുറച്ച് പാടുപെട്ടു. അപ്പോൾ നമ്മുടെ പരിപ്പിച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പരിപ്പിലോട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ നമ്മുടെ കറിവേപ്പില ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പരിപ്പൊന്ന് വേവിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ തേങ്ങ അരച്ചതും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ താളിപ്പിനായിട്ട് കടുകും ചെറിയ ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പിലയാണ് കേട്ടോ ഇട്ടത്. ഇനി കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് അടച്ചു വയ്ക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പിച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് തോന്നില്ല ഇതിൽ കാണുമ്പോൾ. കുഴപ്പമില്ല, അത്യാവശ്യം സിമ്പിൾ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കണം. ദോശ ബാറ്റർ എന്നോട് കുറേ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. AC വെച്ചതിന് ശേഷം എത്രയാ ജിനി കറണ്ട് ബില്ല് വരുന്നത്? അയ്യോ, ഇനി ഈ 2 മാസത്തെ വരുമ്പോൾ ബോധം കെട്ട് വീഴുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും ആ വീഡിയോ ഇടാറില്ലേ, തൂക്കി ചുവന്ന അങ്ങനെ എന്തോ വാഴയുടെ ആ ഒരു പാട്ട് വെച്ചിട്ട് ഞാനും ആ വീഡിയോ ഇടേണ്ടി വരുമോ എന്നൊരു ഇതുണ്ട്, ടെൻഷനുണ്ട്. എന്തായാലും കഴിഞ്ഞ മാസം നമുക്ക് വന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഈ മാസത്തൊന്നും AC ജസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു റൂമിലൊക്കെ ഓണാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ 7000 വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ദോശയുടെ ബാറ്റർ 4 നാഴി പച്ചരി എടുക്കുകയാണെങ്കിൽ 1 നാഴി ഉഴുന്ന്, പിന്നെ 1 സ്പൂണ് നമ്മുടെ ഉലുവ ഇട്ട് കൊടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് 6 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വേണ്ടി വയ്ക്കുക. പിന്നെ നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ ഏകദേശം 3/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുക. ഒരു കയ്യിൽ ചോറും ചേർത്തി കൊടുക്കുക. ഒരു മിക്സിക്ക് ഞാൻ ഒരു കയ്യിൽ ചോറാണ് ചേർത്തി എടുക്കാറുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരിക കേട്ടോ. പിന്നെ ചൂടുള്ള സമയത്ത് ഉപ്പിട്ട് വെക്കാറില്ല ഞാൻ. ചൂടില്ലാത്ത സമയത്താണ് ഉപ്പിടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെ പെട്ടെന്ന് 2-3 മണിക്കൂർ കൊണ്ട് സെറ്റാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശ ബാറ്റർ കണ്ടല്ലോ അല്ലേ. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ, അവർക്ക് കൊടുക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞല്ലോ. ഫസ്റ്റ് എൻ്റെ ചെയ്യണത് എനിക്ക് ക്രേവിങ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ, ഫേവറേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് ഫസ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് വയറ് ഫില്ലായിട്ടുണ്ടാവും, കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവും ചെയ്യൂല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഫുഡ് ഫസ്റ്റ് കഴിക്കുന്നത്. ഞാൻ കഴിച്ച ശേഷമാണ് ഞാൻ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദോശൻ്റെയും പരിപ്പിച്ചാറിൻ്റെയും ആൾക്കാർ വന്നിരുന്നു ഓരോരുത്തരായിട്ട്. എല്ലാവർക്കും ഒന്ന് ചുട്ടു കൊടുത്ത് ഇനിയിപ്പോൾ ഇഡ്ഡലിക്ക് ആട്ടി വെക്കണം. ഗ്യാസ് കിട്ടണവരെ ഇനി ഇഡ്ഡലി മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജിനി പാദസരം ഇട്ടോ കാലിൽ? ഇല്ല, ഞാൻ ഇട്ടിട്ടില്ല. ഇടാൻ പറയുകയാണോ ചെയ്യണത്? ഇനിയിപ്പോൾ എനിക്കത് ഇടാൻ തോന്നുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ജിനി അക്വപഞ്ചർ ചികിത്സയിൽ ഇങ്ങനെയാണ് 7 മണിക്ക് മുമ്പ് എല്ലാം കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതെ, അത് പൊതുവേ അതാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം. അറ്റ്ലീസ്റ്റ് 8 മണിക്ക് മുമ്പേ കഴിക്കണം. പണ്ടുള്ളവരൊക്കെ അങ്ങനെ തന്നെയല്ലേ, ഇരുട്ടാവണതിന് മുമ്പേ കഴിക്കുമല്ലോ ഫുഡൊക്കെ. അതൊക്കെ കൊണ്ടായിരിക്കും പണ്ടുള്ളവർക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യം ഒക്കെ ഉള്ളത് അല്ലേ. ആരോഗ്യമായിട്ടുള്ള ആരോഗ്യം എന്ന് പറഞ്ഞ പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായ ഉണ്ടാക്കുകയാണ്. പിന്നെന്താണ് വിശേഷങ്ങൾ പറയൂടോ. എന്താണ് ഹസ്ബൻഡിന് ഒരു എക്സ്പ്രഷൻ ഇടാത്ത കഴിക്കുമ്പോൾ എന്ന്? അത് ഞാൻ പറയുമ്പോഴാണ് എക്സ്പ്രഷൻ കൂടുതലായിട്ട് ഇടാറുള്ളത്. നിങ്ങളുടെ വീഡിയോ എടുക്കുകയാണ്, കുറച്ച് എക്സ്പ്രഷൻ ഇടുമോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് എൻ്റെ ഫുഡ് കൊള്ളൂല എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഫുഡൊക്കെ അടിപൊളി തന്നെയാണ്. ഇന്നലെ കാണാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. ഓക്കെ, ഇന്ന് കാണും കേട്ടോ. ഇന്നത്തെ വീഡിയോ അടിപൊളി പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ നെറ്റിയുടെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. പൂക്കൾ ഒന്നുകൂടി ചെറുതായിരുന്നു വെച്ചാൽ ഒന്നുകൂടി നന്നായിരുന്നോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നു. പക്ഷേ എനിക്കിഷ്ടമായിട്ടോ, നല്ല കംഫർട്ട് ഉണ്ട് ഇടാൻ. ഫസ്റ്റത്തെ കാര്യം കൈൻ്റെ ഇറക്കം മാത്രം ഇനി
കുറയാണ്ടിരുന്നാൽ മതി വാഷ് ചെയ്യുമ്പോൾ. അത്ര മാത്രമേ ഉള്ളൂ ഒരു ടെൻഷന്. ഈ ഇറക്കം നോ ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ കുറച്ച് നല്ല കോളേജ് എടുക്ക് ഈ കോഴ്സിന്. നെഹ്റു കോളേജ് ഇതാ നമ്മുടെ അടുക്കളത്തെ വെളിച്ചം ഇപ്പം അത്രയാണ്. ലൈറ്റ് ഇടുമ്പോൾ ഇതാ ഇങ്ങനായി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് യൂസ് ചെയ്യുന്നത്. നെഹ്റു കോളേജിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ലതല്ലേ ആ കോളേജ്? നോട്ട് ബാഡ് എന്നാണ് നമ്മളിവിടെയൊക്കെ പറയണ കേട്ടത് കേട്ടോ. പണ്ട് മുതലേ നല്ല കോളേജുകളിൽ ഒരു കോളേജ് തന്നെയാണ് നെഹ്റു. ഭയങ്കര ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതെനിക്കറിയില്ല, പറയാൻ പറ്റില്ല എന്നല്ല, എനിക്കറിയില്ല. പക്ഷേ അതിനൊരു പേരുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ട് നോക്കിയത് അവനിപ്പം തന്നെ ഹോസ്റ്റൽ അവിടെ എവിടെയൊന്നും പോയി നിൽക്കണ്ട, നമ്മളടുത്ത് വേഗം വരാൻ പറ്റുന്ന ദൂരത്ത് തന്നെ പോട്ടെ. പിന്നെ ഇനി PGയും അതും ഇതൊക്കെ വരുമ്പോൾ അത് കഴിഞ്ഞ കുട്ടികളെ പിന്നെ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവരുടെ കരിയർ അവരുടേത് അങ്ങനെ ആയിട്ട് പോകുമല്ലോ. പിന്നെ നല്ല മാർക്കുണ്ടോ ചോദിക്കുന്നുണ്ട്. റിസൾട്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ സൂപ്പർ, യുവർ ഹബ്ബി ആൻഡ് അയൺ സ്റ്റൈൽ ഓഫ് വാക്കിംഗ് ഈസ് എക്സാക്ട്ലി ലൈക്ക്. ഞാനത് ഹബ്ബിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഹബ്ബി സമ്മതിക്കൂല. ഹബ്ബി പറയും ഞാനും അവനെ പോലെ പരത്തി നടക്കാറില്ല എന്ന് പറയും. പക്ഷേ എനിക്കും എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ട്. അതായത് ഒരു ടൈപ്പ് വാക്കിംഗ് ആണെന്ന് എല്ലാവർക്കും തോന്നാറുണ്ട് കേട്ടോ. പിന്നെ കുറേ ഹാർട്ട് തന്നിട്ടുണ്ട്, സൂപ്പർ തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ പല വീഡിയോസിനും അതുപോലെ തന്നെ കുറേ കമൻറ്റ്സ് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ചിക്കൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് വേണ്ട ഐറ്റംസുകളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചെറിയുള്ളി ധാരാളം വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങ കൊത്തും വേണം, തേങ്ങയും വേണം. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് ഞാൻ എന്താ ഉണ്ടാക്കണമെന്നുള്ളത്? എന്തായാലും ഇപ്പം തന്നെ ഗസ് ചെയ്തിട്ട് ഒരു കമൻറ്റ് ഇടുക. എന്തായാലും ഇതിലുണ്ട് കേട്ടോ, ഒന്നുമില്ല. ഞാനൊന്ന് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒന്ന് ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ തോരനിലേക്ക് ചെറിയുള്ളി ചതച്ചിട്ടാണ് കേട്ടോ വേണ്ടത്. ഞാനെന്തായാലും ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയിലോട്ട് ഇവിടെ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാല ഓർ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പിന്നെ ഏറ്റവും എളുപ്പം ചിക്കൻ മസാല ആയതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തു. പുരട്ടി അവിടെ വയ്ക്കുക, മാറ്റി വെച്ചോ കേട്ടോ. പിന്നെ എണ്ണ ചൂടാക്കി അതിലോട്ട് കടുകും ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളി നമ്മൾ കട്ട് ചെയ്തതും വറ്റൽ മുളകും തേങ്ങ കൊത്തും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ കടുകോ എന്ന് ചോദിക്കുന്നവരോട് ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കടുക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് വെച്ച ശേഷം ബോൺലെസ് പീസ് ഏകദേശം 1/2 കിലോ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അങ്ങോട്ട് ഒരുമിച്ച് തത്തിപ്പൊത്തി വെച്ചാൽ മതി എന്ന് പറയില്ലേ നമ്മുടെ കല്യാണി പറയുന്ന പോലെ. എനിക്കും ആ വേർഡ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വായിൽ. പിന്നെ അടച്ച് വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക. വെന്തുന്ന് ഉറപ്പാക്കിയ ശേഷം നമ്മൾ മസാല ആക്കി വെച്ച തേങ്ങ ചേർത്തി കൊടുക്കുക. ഇനി കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചോ. ആ തേങ്ങ ഒന്ന് മുരിഞ്ഞ് വരണം. ഏകദേശം ഈ ഒരു ടൈപ്പിൽ വരണം കേട്ടോ. ലാസ്റ്റായിട്ട് ഞാൻ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. കുഞ്ഞു സ്പൂണിലാട്ടോ ചേർത്തി കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയും മുരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ജീരകമല്ല ഞാൻ ഇപ്രാവശ്യം ചേർത്തി കൊടുത്തത്. പിന്നെ തക്കാളി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണോളം ചേർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല 1 സ്പൂണ്, കുരുമുളക് പൊടി 1/2 സ്പൂണ്. പിന്നെ നമ്മളത് വഴറ്റിയ ശേഷം ഞാനിവിടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ വലിയുള്ളി 2 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. തക്കാളി 1 എണ്ണം കേട്ടോ. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ട. അടച്ച് വെച്ചിട്ട് ഞാനൊരു 3 വിസിലാണ് അടുപ്പിച്ചെടുത്തത്. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മുടെ ചിക്കൻ തോരനും ഇവിടെ അടിപൊളിയായിട്ട് ആയി വന്നു. ഞാൻ അതെല്ലാം ഒന്ന് ഓഫാക്കി പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി
പൊടികളുടെ പാത്രങ്ങളും അതും ഇതൊക്കെ ഒന്ന് നമ്മളെപ്പോഴും വെക്കുന്ന സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി കിച്ചൺ ക്ലീനിങ് ഉണ്ട് മോളെ മക്കളെ. അതായത് പെരുന്നാളിൻ്റെ മുന്നേ ആയിട്ടുള്ള ക്ലീനിങ്, അത് ആലോചിക്കുമ്പോൾ തന്നെ തല ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നമ്മുടെ കിച്ചണിൽ അത്യാവശ്യം സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണത്. സിമ്പിൾ കിച്ചൺ ആകുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ക്ലീൻ ചെയ്യാൻ. പക്ഷേ ഇത് ഭയങ്കര കുറേ സാധനങ്ങൾ ഉണ്ട് ഇപ്പോഴും. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും യൂസ് ചെയ്യാത്ത കുറേ ഐറ്റംസുകളുണ്ട്. കളയണോ വേണ്ടയോ, അവിടുന്ന് മാറ്റണോ വേണ്ടയോ, ഇങ്ങനത്തെ കൺഫ്യൂഷനുള്ള ഐറ്റംസുകൾ ഉണ്ടാവില്ലേ, അതാണ് ഇപ്പോഴും എൻ്റെ കിച്ചണിൽ കുറേ ഉള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ മുകളിലത്തെ റാക്കത്ത് ഒന്നും യൂസ് ചെയ്യാറില്ല. താഴത്തെ റാക്കത്തെ ഒരു ഭാഗത്തെ പാത്രങ്ങൾ ഒട്ടും യൂസ് ചെയ്യാറില്ല ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതെടുത്ത് മാറ്റാനും ഒരു ടെൻഷനാണ്. കാരണം ഭാവിയിൽ വേണ്ടി വരുമോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ വെക്കുന്ന കുറേ ഐറ്റംസുകൾ ഉണ്ടാവില്ലേ, അതൊക്കെയാണത്. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഞാൻ വേഗം തുടയ്ക്കാൻ നിന്നു. സമയം ഏകദേശം 12 മണിയൊക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം അത്രയൊക്കെ ആവും നമ്മൾ. അല്ലെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ പണി തീർത്ത് കിട്ടും. വീഡിയോ എടുക്കുന്ന ഒരാളുടെ അവസ്ഥയാണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാവരുടെയും ഒന്ന് തുടച്ച് വരുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് നട്ട വെയിലാണ് കേട്ടോ. കണ്ടില്ലേ, മഴ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി. അപ്പോൾ എന്നാലും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ കുക്കറൊന്ന് ഓപ്പണാക്കി അതിലോട്ട് 2 മഗ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കനിലൊക്കെ അത്യാവശ്യം മസാല ഉണ്ട്. ഉപ്പ് മാത്രം കുറച്ച് കമ്മി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തു. നോക്ക്, നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡയറ്റിൽ എനിക്ക് ചിക്കനൊക്കെ ധാരാളം ഉൾപ്പെടുത്താം കേട്ടോ, അതുകൊണ്ട് വലിയ സമാധാനം. പിന്നെ ഇതാ സാലഡിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കുക്കുംബറും പിന്നെ ഒനിയനും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് കഴിക്കാൻ എൻ്റെ പ്ലേറ്റ് ഞാൻ കാണിക്കാം. ഇന്നലെ വേവിച്ച് വെച്ച ചെറുപയർ കുറച്ചുണ്ട്. പിന്നെ എന്താ പറയുക, ചിക്കന് 2 വെറൈറ്റി എനിക്ക് എടുക്കാം. തൈര് എടുക്കാം, ഉപ്പേരി എടുക്കാം, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കാം, പച്ചത്തേങ്ങ എടുക്കാം. പിന്നെ ഞാൻ എല്ലാം കൊണ്ട് നിരത്തി വെച്ച ശേഷം ഇനി എനിക്ക് നല്ല ഉറക്കം വരും കേട്ടോ. രാവിലെ തന്നെ ഇരുന്ന് വോയിസ് ഓവർ കൊടുത്തിട്ടാണ്. മാങ്ങ അച്ചാർ കൊണ്ടുവച്ചു, മാങ്ങ തേങ്ങ ചമ്മന്തി കൊണ്ടുവച്ചു, തൈര്, ചിക്കൻ, അതുപോലെ പരിപ്പിച്ചാറ്, ചോറ്, ഇതൊക്കെ കൊണ്ടുവച്ചു. ചിക്കനൊക്കെ ഒന്ന് സെർവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി എൻ്റെ പ്ലേറ്റ് കാണാം. ഇവിടെ സാലഡ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ ചെറുപയർ, പക്ഷെ ഞാൻ അതിൻ്റെ പകുതി കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ബൗളിൽ തൈര്, 2 പീസ് ഗ്രേവിത്തെ ചിക്കൻ. ഗ്രേവി അധികം എടുത്തിട്ടില്ല കേട്ടോ, ചിക്കൻ മാത്രം എടുത്തു. അങ്ങനെ പിള്ളേർക്കൊക്കെ ഒന്ന് ചോറ് വിളമ്പി കൊടുത്ത് പോയി റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് എണിച്ച് ചായ കുടിച്ച ശേഷം നമ്മൾ നൈറ്റൊക്കെ ആവുമ്പോഴാണ് ഞാനിതാ ഈ ഒരു സിറൈ മൂവി കണ്ടത്. അയ്യോ, കരഞ്ഞ് അങ്ങേ അറ്റത്തി എന്ന് പറയാമല്ലോ, ഭയങ്കര ഇത്. പിന്നെ മഷ്റൂം നമ്മൾ ലുലുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇനി എടുത്ത് വെച്ചാൽ കേടുവരുമെന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ ഇതിനെ കുറച്ച് കല്ലുപ്പിട്ടിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്തിട്ട് നമുക്ക് ആ വെള്ളം ഫുള്ള് പിഴിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കറി അങ്ങോട്ട് ഗ്രേവി ആയി പോകും കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്യണത്. ഇതിനെ നാടൻ മഷ്റൂം ആയിട്ടാണ് എനിക്ക് തോന്നണത് കേട്ടോ. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 വലിയ ഉള്ളിയും 1 പച്ചമുളകും ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പം കൂടുതലായിട്ട് ഞാൻ മൺചട്ടിയിൽ തന്നെയാണ് അധികം കുക്ക് ചെയ്യാറ്. ഞാൻ 3-4 പാത്രങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം, വീണ്ടും നന്നായിട്ട് ഇളക്കാം. എൻ്റെ കയ്യിലുള്ള നോൺ സ്റ്റിക്ക് പോട്ടുകൾ ഏകദേശം കേട് വന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ അധികം അത് എടുക്കാത്തത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഇതാണ്, ആട്ടയാണ്. അതുകൊണ്ടൊന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ല ചപ്പാത്തി എനിക്ക് കിട്ടിയത് കേട്ടോ. നല്ല പൊള്ളൊക്കെ വരുന്നുണ്ട്. ഞാൻ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്തത്. 2 പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ പൊടികളൊന്ന് ചേർത്തി കൊടുക്കും. 4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. പിന്നെ ഞാനിവിടെ ഉപ്പും എടുത്തിട്ടുണ്ട്.
അതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം മഷ്റൂം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം വരികയും ചെയ്യും. ഇനി നമുക്കിത് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്ക് പതിയെ പതിയെ കുക്ക് ചെയ്തെടുക്കണം. ഞാനവിടെ ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് ഞാൻ കുഴച്ച് ഉരുട്ടി പരത്തി ചപ്പാത്തി ചുട്ടു. പത്തിരിയല്ല, ചപ്പാത്തി ചുട്ടെടുത്തു. പിന്നെ എല്ലാവർക്കും ഡിന്നറൊക്കെ കൊടുത്തു കേട്ടോ. അതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനും ഉണ്ടായിരുന്നു. പിന്നെ കിച്ചൺ ക്ലോസ് ചെയ്ത് പോയി ഉറങ്ങി. ആ ഒരു ഫിലിം കണ്ടതിൻ്റെ ഹാങ് ഓവർ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.